ഈ കഥ ആരംഭിക്കുമ്പോൾ ബയോനൈൻ എന്നു പേരുള്ള ഒരു റിസർച്ച് ലാബാണ് കാണിക്കുന്നത്. ഇവിടെയാണ് നമ്മുടെ ഹീറോ വർക്ക് ചെയ്യുന്നത്. വില്യം ഫോസ്റ്റർ. ഇയാൾ ഒരു സയന്റിസ്റ്റ് ആണ്. ഇനി ഇദ്ദേഹം ഈ ലാബിൽ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മരിച്ച ആൾക്കാരുണ്ടല്ലോ, അവരുടെ മൈൻഡും അതിലെ ഓർമ്മകളൊക്കെ ഒരു ഡിവൈസ് വെച്ചിട്ട് മാപ്പ് ചെയ്യും. ഒരു ഹാർഡ് ഡിസ്ക് പോലൊരു സാധനം. എന്നിട്ട് അതൊരു സിന്തറ്റിക് ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അതായത് റോബോട്ടിനെ പോലെ ഇരിക്കുന്ന ഒരു ശരീരത്തിലേക്ക്. അങ്ങനെ വരുമ്പോൾ ആ ഓർമ്മകൾ ഉപയോഗിച്ചിട്ട് തന്നെ ആ റോബോട്ടിന് ജീവിക്കാൻ പറ്റും. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ മരിച്ച ആൾക്ക് ഒരു സിന്തറ്റിക് പുനർജനനം. ഈ ഒരു പ്രൊസീജിയറാണ് വില്യം ചെയ്യുന്നത്. പക്ഷെ ഇതുവരെയായിട്ടും സക്സസ്ഫുൾ ആയിട്ട് അവനങ്ങനെ ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല. ഇന്നിപ്പം അതിനൊരു പരീക്ഷണം അവിടെ നടക്കുന്നുണ്ട്. അതിന് മരിച്ചൊരു ബോഡി വരാൻ വേണ്ടി അവനവിടെ വെയിറ്റ് ചെയ്യാണ്. ഒരു പട്ടാളക്കാരന്റെ ബോഡിയാണ് അങ്ങോട്ട് പോയിക്കൊണ്ടിരുന്നത്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം ബോഡി അങ്ങോട്ട് എത്തി. അതിനെ തുടർന്ന് ആ എക്സ്പെരിമെന്റ് ആരംഭിക്കാൻ അവർ വേഗം ടെസ്റ്റ് സബ്ജക്റ്റിന്റെ അടുത്തേക്ക് പോവാണ്. അതായത് ആ സിന്തറ്റിക് റോബോട്ടിന്റെ അടുത്തേക്ക്. ഇതിനെ ടെസ്റ്റ് സബ്ജക്ട് 345 എന്നാണ് വിളിക്കുന്നത്. അങ്ങനെ വേഗം തന്നെ അവർ ആ പ്രൊസീജിയർ ആരംഭിച്ചു. അതിനുവേണ്ടി ആ പട്ടാളക്കാരന്റെ ബോഡി അങ്ങോട്ട് കൊണ്ടുവന്ന ആ പെട്ടി അവർ തുറന്നു. ഈ സമയം അവനെ സഹായിക്കാൻ വേണ്ടി വേറൊരുത്തൻ അവിടെ നിൽക്കുന്നുണ്ട്. ആ ചുരുണ്ട മുടിക്കാരനെ കണ്ടില്ലേ? ഇവന്റെ പേര് എഡ് എന്നാണ്. ഇവനും ഒരു സയന്റിസ്റ്റ് ആണ്. ഇവൻ വില്യത്തിന്റെ ഒരു കൊളീഗ് മാത്രമല്ല, ഒരു ഫാമിലി ഫ്രണ്ടും കൂടെയാണ്. എന്നാൽ ഈ എഡ് റിസർച്ച് നടത്തുന്നത് വില്യത്തിന്റെ മേഖലയിലല്ല. അവൻ ക്ലോണിംഗ് ആണ് ചെയ്യുന്നത്. അതായത് ഒരു ജീവിയുടെ ഡ്യൂപ്ലിക്കേറ്റ് ഉണ്ടാക്കുന്നതിലും. എന്നാൽ ഇപ്പം അവൻ വില്യത്തിനെ സഹായിക്കാൻ വേണ്ടി അങ്ങോട്ട് വന്നേ ഉള്ളൂ. അങ്ങനെ വില്യം ഉടനെ തന്നെ ആ പട്ടാളക്കാരന്റെ ബ്രെയിൻ മാപ്പ് ചെയ്യാൻ വേണ്ടി ഒരു ഹെൽമെറ്റ് എടുത്തു. അതിന്റെ അപ്പുറത്തായിട്ട് നീല കളറിൽ പ്രകാശിക്കുന്ന ഒരു ഡിവൈസ് കണ്ടില്ലേ? ഇതാണ് ആ ഹാർഡ് ഡിസ്ക്. ഇതിനകത്തേക്കാണ് ആ പട്ടാളക്കാരന്റെ ബ്രെയിനിലെ ഇൻഫർമേഷൻസ് ഒക്കെ കോപ്പി ചെയ്യുന്നത്. അങ്ങനെ അവർ ആ ഡിവൈസ് എടുത്തിട്ട് ആ പട്ടാളക്കാരന്റെ തലയിൽ വെച്ചു കൊടുത്തു. അതിനുശേഷം ഒരു നീഡിൽ അവർ അയാളുടെ കണ്ണിന്റെ അടുത്തേക്ക് താഴ്ത്തി വെക്കുകയാണ്. അങ്ങനെ ആ നീഡിൽ കറക്റ്റ് പൊസിഷനിലേക്ക് സെറ്റ് ചെയ്തതിനു ശേഷം അവരിപ്പോൾ അയാളുടെ ബ്രെയിനിലേക്ക് ഇൻസേർട്ട് ചെയ്തു. അതിനെ തുടർന്ന് അയാളുടെ ബ്രെയിനിലെ ഡാറ്റ മൊത്തം ആ ഹാർഡ് ഡിസ്കിലേക്ക് ട്രാൻസ്ഫർ ആവാൻ തുടങ്ങി. ഇനിയിപ്പോൾ അടുത്തതായിട്ട് അവർക്ക് ചെയ്യേണ്ടത് അവർ മാപ്പ് ചെയ്ത അയാളുടെ ബ്രെയിൻ ഇൻഫർമേഷൻ ഉണ്ടല്ലോ, അതെല്ലാം ആ റോബോട്ടിന്റെ സിന്തറ്റിക് ബ്രെയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. അതിനുവേണ്ടി വില്യമും ഒരു ഹെൽമെറ്റ് എടുത്ത് വെച്ചു. ആ പട്ടാളക്കാരന്റെ ബ്രെയിനിൽ എന്തൊക്കെയാണുള്ളത് എന്ന കാര്യം വില്യമിന് ഈ ഹെൽമെറ്റ് വഴി കാണാൻ പറ്റുന്നു മാത്രമല്ല, വില്യമിന് വേണമെന്നുണ്ടെങ്കിൽ അയാളുടെ ബ്രെയിൻ ഡാറ്റാസിൽ എന്ത് വേണമെങ്കിലും ചെയ്യാം. അങ്ങനെ ആദ്യം ആ ബ്രെയിൻ ഡാറ്റാസ് ഒക്കെ ഓപ്പൺ ചെയ്തതിന് ശേഷം അതിലെ കാര്യങ്ങളൊക്കെ വില്യം ചെക്ക് ചെയ്യാണ്. അങ്ങനെ അതെല്ലാം റെഡിയാക്കിയതിന് ശേഷം പതുക്കെ അവരത് റോബോട്ടിന്റെ ബ്രെയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ തുടങ്ങി. എന്നാൽ ട്രാൻസ്ഫറിംഗ് ഒക്കെ കഴിഞ്ഞ് ആ റോബോട്ട് ഓൺ ആയി കഴിയുമ്പോഴാണ് അവർക്ക് അടുത്ത പ്രശ്നം വരുന്നത്. ആ റോബോട്ട് ഇപ്പം അവനോട് സംസാരിക്കുന്നുണ്ട്. അതിപ്പോ വില്യമിനോട് ചോദിക്കുന്നത് ഞാൻ ആരാണെന്നാണ്. അത് ആ പട്ടാളക്കാരന്റെ ശബ്ദത്തിൽ തന്നെയാണ്. അത് പെട്ടെന്ന് റോബോട്ട് അക്രമാസക്തനായി. അതിനെ പിടിക്കാൻ വരുന്നവരൊക്കെ അത് ഉപദ്രവിക്കുന്നുണ്ട്. മാത്രമല്ല അതിങ്ങനെ സ്വയം പിടിച്ചിടിക്കുകയാണ്. ആത്മഹത്യക്കാണ് ആ റോബോട്ട് ഇപ്പോൾ ശ്രമിക്കുന്നത്. അങ്ങനെ ഈ സിറ്റുവേഷൻ വഷളായി എന്ന് കാണുമ്പോൾ വില്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ പുറകിലേക്ക് ചെന്നിട്ട് അതിനെ കണക്ട് ചെയ്തിരിക്കുന്ന കേബിൾ അങ്ങോട്ട് വലിച്ചൂരാണ്. അതോടുകൂടെ റോബോട്ടാണെങ്കിൽ ഓഫ് ആവുകയും ചെയ്തു. അങ്ങനെ ഈ ഒരു എക്സ്പെരിമെന്റ് ഫെയിൽ ആയിരിക്കുകയാണ്. അങ്ങനെ എക്സ്പെരിമെന്റ് ഫെയിൽ ആയതിനെ തുടർന്ന് ഈ കമ്പനിയുടെ സിഇഒ ഇപ്പം വില്യമിന്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. ഇയാളുടെ പേരാണ് ജോൺസ്. അയാൾ വല്ലാത്ത ദേഷ്യത്തിലാണ്. അയാൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 8 മാസമായി വില്യം ഈ പരിപാടി തുടങ്ങിയിട്ട് നീ ഇതുവരെ ചെയ്തതെല്ലാം ഫെയിലാണ്. ഇതിപ്പോൾ ഷെയർ ഹോൾഡേഴ്സ് അറിഞ്ഞു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ അവരിതെല്ലാം പൂട്ടിക്കെട്ടത്തേ ഉള്ളൂ. ഞാനും അതിനെക്കുറിച്ച് തന്നെയാണ് ചിന്തിക്കുന്നത് എന്നാണ് അയാൾ പറയുന്നത്. അതേക്കുന്ന വില്യം പറയുന്നത്, നോക്ക് സാർ, ഇതെന്റെ ലൈഫ് വർക്കാണ്. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. ഇതിനു മുമ്പത്തെ എക്സ്പെരിമെന്റ് ഒക്കെ ഫെയിൽ ആയിരിക്കാം. പക്ഷെ ആ എക്സ്പെരിമെന്റിൽ ഒന്നും സബ്ജക്റ്റിനോട് സംസാരിച്ചിട്ടില്ല. പക്ഷെ ഇവിടെ ആ സബ്ജക്റ്റിനോട് സംസാരിച്ചു. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് നമ്മുടെ എക്സ്പെരിമെന്റിൽ പ്രോഗ്രസ് ഉണ്ടെന്നാണ്. ഞാൻ വളരെ അടുത്തെത്തി കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങളിത് ഷട്ട് ഡൗൺ ചെയ്യല്ലേ, എനിക്ക് കുറച്ചുകൂടെ സമയം താ എന്നാണ് വില്യം പറയുന്നത്. നീ സമയം എടുത്തോ, കുഴപ്പമൊന്നുമില്ല, പക്ഷെ വളരെ പെട്ടെന്ന് വേണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇതെല്ലാം അടച്ചു പൂട്ടത്തേ ഉള്ളൂ എന്നും പറഞ്ഞിട്ട് അയാൾ അവിടുന്ന് പോയി. അങ്ങനെ ഓഫീസിൽ നിന്ന് ഇറങ്ങുന്ന വില്യം നേരെ അവന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. അവൻ വീട്ടിലേക്ക് എത്തുമ്പോൾ തന്നെ അവന്റെ വൈഫ് പുറത്ത് നിൽക്കുന്നുണ്ട്. അവൾ അവരുടെ കാറിലേക്ക് ചില സാധനങ്ങളൊക്കെ എടുത്തു വെക്കുകയാണ്. ഇവളുടെ പേര് മോണ എന്നാണ്. ഇവളൊരു ഡോക്ടറാണ്. ഇന്നത്തെ ദിവസം അവരൊരു ബോട്ടിങ്ങിന് പോകുന്നുണ്ട്. അതിനുവേണ്ടിയുള്ള സാധനങ്ങളൊക്കെയാണ് അവൾ അവിടെ എടുത്തു വെക്കുന്നത്. അങ്ങനെ അവളോടൊന്ന് സംസാരിച്ചതിന് ശേഷം അവൻ വീടിന്റെ ഉള്ളിലേക്ക് എത്തി. ഇവന് 3 മക്കളാണ്. അതിലെ ഇളയ പെൺകുട്ടിയുടെ പേര് സോയി എന്നാണ്. പിന്നെ ഉള്ളത് ഒരു മകനാണ്. അവന്റെ പേര് മാറ്റ്. പിന്നെ മൂത്ത പെൺകുട്ടി, അവളുടെ പേര് സോഫി എന്നാണ്. ഇപ്പൊ അവനങ്ങോട്ട് ചെന്നപ്പം എഡും അവിടെ നിൽക്കുന്നുണ്ട്. ഈ എഡിന്റെ ബോട്ടിലാണ് ഇന്ന് ഇവർ കറങ്ങാൻ പോകുന്നത്. ഇവൻ ചെയ്യുന്ന ഈ ജോലിയെക്കുറിച്ച് ഇവന്റെ ഭാര്യയ്ക്കും മക്കൾക്കൊക്കെ അറിയാം. ഇപ്പൊ ഇന്നത്തെ ഈ എക്സ്പെരിമെന്റ് ഫെയിലായി എന്ന കാര്യം എഡ് ഇപ്പോൾ അവിടെ പറഞ്ഞു. അതേക്കുമ്പോൾ മോണയ്ക്ക് വല്ലാത്തൊരു നിരാശയായിരുന്നു. എന്നാൽ വില്യം പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് ഫെയിലായി എന്ന് പറയാൻ പറ്റത്തില്ല മോണ. ഇതിനു മുമ്പത്തെ എല്ലാ എക്സ്പെരിമെന്റും ഫെയിലായി, അത് ഞാൻ സമ്മതിച്ചു. പക്ഷെ ഇന്നത്തേത് അങ്ങനെയല്ല. ഇന്നത്തേതിൽ ആ ടെസ്റ്റ് സബ്ജക്റ്റിനോട് സംസാരിച്ചു. അതുകൊണ്ട് ഇന്നത്തെ എക്സ്പെരിമെന്റിൽ എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട് എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ കാര്യങ്ങളൊക്കെ സെറ്റാക്കി അവർ ആ യാത്ര ആരംഭിച്ചു. കുറേ ദൂരം അവർക്ക് യാത്ര ചെയ്യാനുണ്ട്. ഇപ്പൊ രാത്രിയായി, നല്ല മഴയും പെയ്യുന്നുണ്ട്. അങ്ങനെ ആ യാത്രക്കിടയിലാണ് പെട്ടെന്നൊരു മരം അവരുടെ വണ്ടിക്ക് മുകളിലേക്ക് വീഴുന്നത്. ആ മരം വന്ന് വീണ ഉടനെ തന്നെ അതിലൊരു കൊമ്പ് മോണയുടെ വയറ്റിലേക്ക് തുളച്ചു കയറി. മാത്രമല്ല വണ്ടി ആക്സിഡന്റ് ആയി. ഇപ്പൊ അത് അവിടെയുള്ളൊരു കായലിലേക്ക് വീണിരിക്കുകയാണ്. എന്നാൽ വില്യമിനൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ അവൻ നോക്കുമ്പോൾ അവന്റെ ഫാമിലിയുള്ള എല്ലാവരും മരിച്ചിട്ടുണ്ട്. അങ്ങനെ വേഗം തന്നെ അവൻ അവന്റെ വണ്ടിയിൽ നിന്നും അവരുടെ ശരീരങ്ങളൊക്കെ പുറത്തേക്ക് എടുത്തു വെച്ചു. ഇപ്പൊ എല്ലാവരും മരിച്ചത് കണ്ട് ഉറക്കെ കരയാൻ മാത്രമേ അവനെ കൊണ്ട് സാധിക്കുന്നുള്ളൂ.
അങ്ങനെ വളരെ വിഷമിച്ചിരിക്കുമ്പോഴാണ് പെട്ടെന്ന് അവന്റെ മനസ്സിലേക്ക് ഒരാശയം വരുന്നത്. അവൻ വേഗം തന്നെ ഫോൺ എടുത്തിട്ട് എഡിനെ വിളിച്ചു. അങ്ങനെ കുറച്ച് സമയം കഴിയുമ്പോൾ എഡ് അങ്ങോട്ട് എത്തി. പക്ഷെ കാര്യങ്ങളൊന്നും വലിയ ഇതുവരെയായിട്ടും എഡിന്റെ അടുത്ത് പറഞ്ഞിട്ടില്ല. അവനിപ്പോൾ എഡിനോട് പറഞ്ഞിരിക്കുന്നത് അവന്റെ ആ മാപ്പ് ചെയ്യുന്ന ആ എക്യുപ്മെന്റ്സും കാര്യങ്ങളൊക്കെ എടുത്തുകൊണ്ട് വരാനാണ്. അതുമായിട്ടാണ് ഇപ്പൊ എഡ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. അങ്ങനെ അവനും എഡും കൂടെ ആ സാധനങ്ങളൊക്കെ എടുത്തിട്ട് അവന്റെ ഫാമിലിയുടെ ബോഡീസിന്റെ അടുത്തേക്ക് ചെന്നു. ഈ സമയത്താണ് എഡിന് കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത്. മാത്രമല്ല വില്യം എന്തിനുള്ള പുറപ്പാടാണ് എന്ന കാര്യം അവന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ പറയുന്നത്, നീ എന്തൊക്കെയാ വില്യം ഈ കാണിച്ചു കൂട്ടുന്നത്? നമ്മൾ ഒരിക്കലും ഇങ്ങനെ ചെയ്യാൻ പാടില്ല, അത് നിയമത്തിനെതിരാണ്, ഈ കാര്യം പോലീസിനെ അറിയിക്കുകയാണ് വേണ്ടത് എന്നാണ് അവൻ പറയുന്നത്. അതേക്കുമ്പോൾ ഇല്ല എഡ്, ഇവരാരും മരിച്ചിട്ടില്ല, എനിക്ക് ഇവരുടെ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാൻ പറ്റും. അതുകൊണ്ട് ഞാൻ പറയുന്നത് നീ ഒന്ന് കേക്ക്, ദയവ് ചെയ്ത് നമുക്ക് ഇവരുടെ ബ്രെയിൻ ഡാറ്റാസ് ഒക്കെ ഉടനെ തന്നെ മാപ്പ് ചെയ്യണം എന്നാണ് അവൻ പറയുന്നത്. അത് സമ്മതിക്കാന്നല്ലാതെ എഡിന് മുമ്പിൽ മറ്റൊരു മാർഗ്ഗവുമില്ല. അങ്ങനെ വില്യം വേഗം തന്നെ അവരുടെ ഓരോരുത്തരുടെയും ആ ബ്രെയിൻ ഡാറ്റാസ് ഒക്കെ മാപ്പ് ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ആ പരിപാടികളൊക്കെ തീർത്തതിന് ശേഷം അവർ അടുത്തായിട്ട് പോകുന്നത് അവരുടെ ലാബിലേക്കാണ്. ഈ സമയം അവിടെ ആരുമില്ല. മാത്രമല്ല അവരിപ്പോൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളൊന്നും ആരോടും പറഞ്ഞിട്ടുമില്ല, വളരെ രഹസ്യമാണ്. അങ്ങനെ അവർ ആ ലാബിന്റെ അകത്തേക്ക് എത്തി. ഇനിയുള്ള പണി എഡിന്റെയാണ്. വില്യം ആഗ്രഹിക്കുന്നത് അവനിപ്പോൾ ട്രാൻസ്ഫർ ചെയ്തെടുത്ത അവന്റെ ഫാമിലിയുടെ ആ ബ്രെയിൻ ഡാറ്റാസ് ഉണ്ടല്ലോ, അതൊരു സിന്തറ്റിക് ശരീരത്തിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടല്ല, അത് അവന്റെ ഫാമിലിയുടെ ഒരു ക്ലോണിലേക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനാണ് ഇവൻ എഡിന്റെ ആവശ്യം. എന്നാൽ ഈ സമയം എഡ് അവനോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓക്കെ, ഒരു കാര്യം ശരിയാണ്, ഞാൻ ക്ലോൺ ചെയ്തിട്ടുണ്ട്, പക്ഷെ മനുഷ്യരെ ഇതുവരെയായിട്ട് ഞാൻ ക്ലോൺ ചെയ്തിട്ടില്ല, മൃഗങ്ങളെ മാത്രമേ ചെയ്തിട്ടുള്ളൂ. പക്ഷേ ആദ്യ സമയത്തൊക്കെ ചില മിസ്റ്റേക്കുകൾ എനിക്ക് പറ്റി. അത് കാരണം ഞാൻ ക്ലോൺ ചെയ്ത ജീവികൾക്ക് കാഴ്ചയില്ലായിരുന്നു. മാത്രമല്ല അവരുടെ ഓർഗൻസ് ഒന്നും ശരിയായിട്ടല്ല വർക്ക് ചെയ്തിരുന്നത്. അപ്പൊ പിന്നെ ഇപ്പം ഞാൻ നിന്റെ ഫാമിലിയുടെ ഒരു ക്ലോണിങ് നടത്തുകയാണെങ്കിൽ, അതേപോലെ എന്തെങ്കിലും കുഴപ്പമുണ്ടായിട്ടാണ് അവർ ജനിക്കുന്നതെങ്കിൽ അവരെ കൊല്ലാൻ വേണ്ടി നീ പ്രിപ്പയർ ആയിരിക്കണം. അതിന് നീ തയ്യാറാണെങ്കിൽ മാത്രം നമുക്കിത് ചെയ്താൽ മതി എന്നാണ് എഡ് പറയുന്നത്. അതേക്കുന്ന വില്യം പറയുന്നത്, അതിന് നമ്മൾ മിസ്റ്റേക്ക് ഒന്നും ഉണ്ടാക്കാതിരുന്നാൽ പോരെന്നാണ്. ഓക്കെ, അതും സംഭവിച്ചു, നമുക്ക് മിസ്റ്റേക്ക് ഒന്നും ഉണ്ടാക്കാതെ ചെയ്യാം. നീ ഇങ്ങോട്ട് വന്നേ, ഞാൻ നിനക്ക് ക്ലോൺ ചെയ്യുന്ന സെറ്റപ്പ് ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞിട്ട് അവൻ വില്യമിനെ ഇങ്ങോട്ട് പോകുന്നത് അവിടെ വെച്ചിരിക്കുന്ന ടാങ്കുകൾക്കടുത്തേക്കാണ്. ഈ ടാങ്കിലാണ് ഇവർ ക്ലോണിങ് ചെയ്യുന്നത്. അതായത് ഇതിനകത്താണ് ആ ശരീരം ഉണ്ടാക്കിയെടുക്കുന്നത്. അത് കാണിച്ചു കൊടുത്തതിന് ശേഷം എഡ് പറയുന്നത്, ഈ ടാങ്കിനകത്ത് ആ ശരീരം ഉണ്ടായി വരുമ്പം അതിന്റെ മൈൻഡ് ബ്ലാങ്ക് ആയിരിക്കും. പിന്നെയുള്ള ജോലി നിന്റേതാണ്. 17 ദിവസമാണ് ഒരു ശരീരം പൂർണ്ണമായിട്ട് ഉണ്ടായി വരാനുള്ള സമയം. അതിനുള്ളിൽ ബ്രെയിൻ ഡാറ്റാസ് മുഴുവൻ നീ അതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണം. പക്ഷെ നീ ഇതുവരെയായിട്ടും ബ്രെയിൻ ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യുന്നതിൽ വിജയിച്ചിട്ടില്ലല്ലോ, അപ്പൊ പിന്നെ എന്ത് ചെയ്യും എന്നാണ് എഡിന്റെ ചോദ്യം. അതേക്കുമ്പോൾ അതൊക്കെ നമുക്ക് ശരിയാക്കാം, 17 ദിവസം ഉണ്ടല്ലോ, അപ്പോഴേക്കും ഞാൻ അതിനുള്ളൊരു മാർഗം കണ്ടെത്തിക്കോളാം, നീ ആദ്യം ക്ലോണിങ്ങിനുള്ള പരിപാടി തുടങ്ങുക എന്നാണ് വില്യം പറയുന്നത്. അങ്ങനെ അവർ കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് ഒരു ഡീലെത്തി. എന്നാൽ ഇവർ ക്ലോണിങ് നടത്താൻ പോകുന്നത് ഈ ലാബിൽ വെച്ചിട്ടല്ല, കാരണം അത് വേറെ ആൾക്കാർ അറിഞ്ഞു കഴിഞ്ഞാൽ പ്രശ്നമാണ്. ഇപ്പൊ അവർ ക്ലോൺ ചെയ്യുന്ന ആ ടാങ്കും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് ഈ കമ്പനിയുടെ പ്രോപ്പർട്ടിയാണ്. അതുകൊണ്ട് ഈ ക്ലോണിങ്ങും കാര്യങ്ങളൊക്കെ വില്യമിന്റെ വീട്ടിൽ വെച്ചിട്ട് ചെയ്യാനാണ് അവരിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. അങ്ങനെ ഇപ്പൊ തൽക്കാലത്തേക്കുള്ള സാധനങ്ങളൊക്കെ എടുത്ത് അവരവിടുന്ന് പോകാൻ തുടങ്ങുമ്പോഴാണ് അവിടെ നിരത്തി കിടത്തിയിരിക്കുന്ന വില്യമിന്റെ ഫാമിലിയുടെ ബോഡി അവർ കാണുന്നത്. ഇനിയിപ്പോൾ ആ ബോഡി എന്ത് ചെയ്യും? വില്യമിനെ കൊണ്ട് അത് ഡിസ്പോസ് ചെയ്യാൻ കഴിയത്തില്ല. അതുകൊണ്ട് ഇത് ഡിസ്പോസ് ചെയ്യുന്ന കാര്യം നീ ചെയ്യണം എന്നാണ് അവൻ എഡിന്റെ അടുത്ത് പറയുന്നത്. വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ് അവൻ എന്ന കാര്യം എഡിനും മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ പറയുന്നത്, ഓക്കെ, നീ ടെൻഷൻ അടിക്കണ്ട, ഈ ബോഡി ഡിസ്പോസ് ചെയ്യുന്ന കാര്യം ഞാൻ നോക്കിക്കോളാം, നീ വേഗം വീട്ടിലേക്ക് പോ, ബാക്കിയുള്ള സാധനങ്ങളൊക്കെ എടുത്തിട്ട് ഞാൻ വീട്ടിലേക്ക് എത്തിക്കോളാം എന്നാണ് എഡ് പറയുന്നത്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം വലിയൊരു ട്രക്കുമായിട്ട് എഡ് ഇപ്പം വില്യത്തിന്റെ വീട്ടിലേക്ക് എത്തി. ആ ട്രക്കിനകത്ത് ഈ ക്ലോൺ ചെയ്യാനുള്ള എല്ലാ സാധനങ്ങളും ഉണ്ട്, ആ ടാങ്ക് ഉൾപ്പെടെ. എന്നാൽ ഈ സമയം വില്യം നോക്കുമ്പം ആകെ 3 ടാങ്കുകളെ അതിനകത്തുള്ളൂ. ഇവന്റെ ഫാമിലിയിലാണെങ്കിൽ 4 പേരുണ്ട്. ഇനിയിപ്പോൾ ഒരു ടാങ്കിന് എന്ത് ചെയ്യും? നീ വേഗം തന്നെ അത് അറേഞ്ച് ചെയ്ത് തന്നേ പറ്റൂ എന്നാണ് വില്യം പറയുന്നത്. അതേക്കുമ്പോൾ നീ എന്താ വില്യം ഈ പറയുന്നത്? ഈ ടാങ്കിന് ഒരെണ്ണത്തിന് എന്താ വില എന്ന് നിനക്കറിയോ? $17 ലക്ഷം. ഞാൻ ആ പൈസയ്ക്ക് എവിടെ പോവും? അതുകൊണ്ട് അതൊന്നും നടക്കത്തില്ല എന്നാണ് എഡ് പറയുന്നത്. അത് കേൾക്കുമ്പോൾ അവൻ വല്ലാത്ത നിരാശയായി. അങ്ങനെ വില്യം വേഗം അവന്റെ വീട്ടിലേക്ക് ചെന്നു. എന്തായാലും അവന്റെ ഫാമിലിയിൽ ഒരാളെ അവൻ ഒഴിവാക്കിയേ പറ്റൂ. പക്ഷെ എല്ലാവരും അത്രമാത്രം പ്രിയപ്പെട്ടതായതുകൊണ്ട് നറുക്കെടുക്കാനാണ് അവൻ തീരുമാനിക്കുന്നത്. അതിനുവേണ്ടി അവൻ ഓരോ പേപ്പറിലായിട്ട് ഓരോരോ ആൾക്കാരുടെ പേരെഴുതി. എന്നിട്ട് അതൊരു പാത്രത്തിലിട്ടിട്ട് ആരെ ഒഴിവാക്കണം എന്ന് സെലക്ട് ചെയ്യാൻ വേണ്ടി അവൻ എഡിന്റെ അടുത്താണ് പറയുന്നത്. അതിന് എഡ് അത് സെലക്ട് ചെയ്യുന്നില്ല. ഇത് നിന്റെ ഫാമിലിയുടെ കാര്യമാണ്, ഇതിൽ ആരെ ഒഴിവാക്കണം എന്ന് തീരുമാനിക്കേണ്ടതും നീ തന്നെയാണ്, അല്ലാതെ ഞാനല്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോയി. അങ്ങനെ മറ്റൊരു നിവൃത്തിയില്ലാത്തതുകൊണ്ട് ആരെ ഒഴിവാക്കണം എന്ന കാര്യം വില്യം തന്നെ തീരുമാനിച്ചു. അവൻ ആ എടുത്ത പേപ്പറിൽ സോയിയുടെ പേരായിരുന്നു, അതായത് അവന്റെ ഏറ്റവും ചെറിയ മകള്. അതുകൊണ്ട് തന്നെ അവൻ വല്ലാണ്ട് കരഞ്ഞോണ്ടാണ് അവിടെ ഇരിക്കുന്നത്. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം അവർ കാര്യങ്ങളൊക്കെ സെറ്റാക്കി. ക്ലോൺ ചെയ്യാൻ വേണ്ടി അവർ ആ ടാങ്കുകളൊക്കെ അവിടെ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കുകയാണ്, അത് പോണാക്കിയിട്ടുണ്ട്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് കഴിയുമ്പോഴാണ് എഡ് ഇപ്പം മറ്റൊരു കാര്യം വില്യമിനോട് പറയുന്നത്. നമുക്ക് അർജന്റായിട്ട് ഒരു ബാക്കപ്പ് ജനറേറ്റർ വേണം. ഈ ക്ലോണിങ് നടക്കുന്നതിനിടയിൽ അങ്ങനെ കറണ്ട് പോയി കഴിഞ്ഞാൽ അത് പണിയാണ്, ഈ എക്സ്പെരിമെന്റ് ഫെയിൽ ആവും. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു ബാക്കപ്പ് ജനറേറ്റർ വേണം എന്നാണ് അവൻ പറയുന്നത്. എന്നാൽ വില്യമിന്റെ കയ്യിൽ ജനറേറ്റർ ഇല്ല, എങ്കിലും ഞാനത് അറേഞ്ച് ചെയ്തുതരാമെന്നും പറഞ്ഞിട്ട് അവൻ അവിടുന്ന് പോയി. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും അവൻ കുറെ കാറിന്റെ ബാറ്ററികളാണ് അങ്ങോട്ട് കൊണ്ടിരുന്നത്. അതൊക്കെ ഇപ്പോൾ അവിടെ നിരത്തി വെച്ചിട്ടുണ്ട്. പല കാറുകളിൽ നിന്നായിട്ട് അവൻ മോഷ്ടിച്ചുകൊണ്ട് വന്നതാണ്.
അങ്ങനെ അതെല്ലാം നിരത്തി വെച്ചതിന് ശേഷം അതിന്റെ കണക്ഷൻ ഇപ്പൊ അവൻ ആ ടാങ്കിലേക്ക് കൊടുത്തു. ഇതോടുകൂടെ കാര്യങ്ങളൊക്കെ സെറ്റായി. അങ്ങനെ അതെല്ലാം കഴിഞ്ഞതിന് ശേഷം എഡ് ഇപ്പൊ അടുത്തായിട്ട് അവനോട് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മുടെ ഈ എക്സ്പെരിമെന്റ് വിജയിച്ചു എന്ന് വിചാരിക്കുക, നിന്റെ ഫാമിലി നമുക്ക് തിരിച്ചു കിട്ടി. പക്ഷെ വേറൊരു പ്രശ്നം അവിടെ ഉണ്ടല്ലോ, സോയിയെ കുറിച്ച് അവർ ചോദിക്കത്തില്ലേ, അവരുടെ ഓർമ്മകളിൽ സോയി ഉണ്ടല്ലോ, അപ്പൊ നീ എന്ത് ചെയ്യും എന്നാണ് അവന്റെ ചോദ്യം. അത് കേൾക്കുമ്പോൾ വില്യം നേരെ പോകുന്നത് അവന്റെ ഒരു ബോക്സിന്റെ അടുത്തേക്കാണ്. അതിനകത്താണ് അവന്റെ ഫാമിലിയുടെ ഓരോരുത്തരുടെയും ബ്രെയിൻ ഡാറ്റസ് ഒക്കെ ഇരിക്കുന്നത്, ഓരോ ഡ്രൈവുകളിലായിട്ട്. അത് കാണിച്ചു കൊടുത്തതിന് ശേഷം പറയുന്നത്, എന്റെ ഫാമിലിയിലുള്ള എല്ലാവരുടെയും ഓർമ്മകൾ മൊത്തം ഈ ഡ്രൈവിലാണ്. ഇതിൽ നിന്നും സോയിയുടെ ഓർമ്മകൾ മാത്രം ഞാൻ ഡിലീറ്റ് ചെയ്യാൻ പോവാണ്. അങ്ങനെ വരുമ്പോൾ ഇവർക്ക് ആർക്കും അവളെ ഓർമ്മയുണ്ടാവത്തില്ല എന്നാണ് അവൻ പറയുന്നത്. അത് നല്ലൊരു ആശയമാണ് എന്ന കാര്യം എഡിനും മനസ്സിലായി. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ സെറ്റാക്കിയതിനു ശേഷം നമുക്ക് പിന്നെ കാണാമെന്ന് പറഞ്ഞിട്ട് എഡ് അവിടെ നിന്ന് ഇറങ്ങുകയാണ്. അങ്ങനെ എഡ് അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പം വില്യം അടുത്തതായിട്ട് ചെയ്യുന്നത് അവന്റെ ഫാമിലിയുടെ ഓരോരുത്തരുടെയും ആ ബ്രെയിൻ ഡാറ്റാസ് ഓപ്പൺ ചെയ്തു. എന്നിട്ട് അതിൽ നിന്നെല്ലാം സോയുടെ ഓർമ്മകളൊക്കെ അങ്ങ് ഡിലീറ്റ് ചെയ്യാണ്. ഈ ചുവന്ന കളർ കാണുന്നില്ലേ, അതാണ് ഓർമ്മകൾ. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞിരിക്കുന്ന സമയത്താണ് ആരോ ബെല്ലടിക്കുന്നത്. അവൻ ചെന്ന് നോക്കുമ്പോൾ അത് പോലീസുകാരായിരുന്നു. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അടുത്തുള്ള വീടുകളിലെ കാറിൽ നിന്നും ബാറ്ററി മോഷണം പോയി. അതിന്റെ അന്വേഷണത്തിലാണ് അവര്. എന്നാൽ ഇവനാണത് എടുത്തത് എന്ന കാര്യമൊന്നും അവർക്ക് അറിയത്തില്ല. നിന്റെ കാറിന്റെ ബാറ്ററി വല്ലതും പോയായിരുന്നോ എന്ന് ചോദിക്കാനാണ് അവരിങ്ങോട്ട് വന്നിരിക്കുന്നത്. എന്നാൽ എന്റെ കാറിന്റെ ബാറ്ററി ഒന്നും പോയിട്ടില്ല എന്നവൻ പറയുകയും ചെയ്തു. അതേക്കുന്ന പോലീസുകാർ പറയുന്നത്, അങ്ങനെയാണെങ്കിൽ നിന്റെ ബാറ്ററി ഇനി പോകാനും സാധ്യതയുണ്ട്, അതുകൊണ്ട് എന്തെങ്കിലും സംശയം ഉണ്ടായി കഴിഞ്ഞാൽ ഉടനെ ഞങ്ങളെ വിളിക്കണം എന്ന് പറഞ്ഞിട്ട് പോലീസുകാർ അവിടെ നിന്ന് പോയി. ഈ സമയം തന്നെ എഡ് ആണെങ്കിൽ അവന്റെ ഓഫീസിൽ നിൽക്കുകയാണ്, ആ ലാബിൽ. ഇപ്പൊ അവനാണല്ലോ ആ ടാങ്കുകളുടെ ഇൻചാർജ്. അതുകൊണ്ട് ആ ടാങ്ക് അവിടെ നിന്ന് മാറ്റിയ കാര്യങ്ങളൊന്നും ആരും ഇതുവരെയായിട്ട് അറിഞ്ഞിട്ടില്ല. ഇപ്പൊ അവന്റെ ബോസായ ജോൺസ് അവന്റെ അടുത്തേക്ക് വന്നു. അയാളിപ്പോൾ അവനോട് ചോദിക്കുന്നത് വില്യത്തിന്റെ കാര്യമാണ്. അവനിത് എവിടെ പോയി കിടക്കാന്ന്. അതേക്ക് നെഡ് പറയുന്നത് അവന് ന്യൂമോണിയ ആണെന്നാണ്. അവൻ അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ ബോസ് പറയുന്നത്, ഓ അസുഖമാണല്ലേ, അപ്പൊ അവൻ അടുത്ത കാലത്തൊന്നും ഇനി ഇങ്ങോട്ട് വരുന്നുണ്ടാവത്തില്ല. അതുകൊണ്ട് നമുക്കൊരു കാര്യം ചെയ്യാം, നമ്മുടെ ഇപ്പോഴത്തെ ഈ എക്സ്പെരിമെന്റ് ഉണ്ടല്ലോ അതങ്ങോട്ട് ഷട്ട് ഡൗൺ ചെയ്തേക്കാം എന്ന് പറഞ്ഞിട്ട് അയാൾ അപ്പുറത്തേക്ക് പോയി. അത് കേൾക്കുമ്പോൾ എഡിന് ടെൻഷനായി. ഈ സമയം തന്നെ വില്യം ആണെങ്കിൽ വീട്ടിൽ തന്നെയാണ്. ആ ബ്രെയിൻ ഡാറ്റാസ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യങ്ങളാണ് അവനിപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പക്ഷെ എന്തോ ഒരു കാര്യം അവൻ മിസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണ് അവനത് കറക്റ്റായിട്ട് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റാത്തത്. ആ റോബോട്ടിന്റെ കാര്യം ഫെയിൽ ആയതിന്റെ കാര്യം അത് തന്നെയാണ്. അങ്ങനെ അതൊക്കെ അവൻ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴാണ് എഡ് വിളിക്കുന്നത്. ഇപ്പൊ ബോസ് പറഞ്ഞ കാര്യം അവൻ വില്യത്തിന്റെ അടുത്ത് പറഞ്ഞു. അതേക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് ഞാൻ ലാബിലേക്ക് വരാമെന്ന് പറഞ്ഞിട്ട് അവൻ ഫോൺ കട്ട് ചെയ്തു. അങ്ങനെ ഉടനെ തന്നെ വില്യം അവന്റെ ലാബിലേക്ക് എത്തി സാധാരണയായിട്ട് അവൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ തുടങ്ങി. ഈ സമയത്താണ് ജോൺസ് അങ്ങോട്ട് വരുന്നത്. നിനക്കിത് എന്തു പറ്റി, എന്താ നീ വരാഞ്ഞത് എന്നാണ് അയാളുടെ ചോദ്യം. അതേക്കുമ്പോൾ എനിക്ക് തീരെ വയ്യ, ന്യൂമോണിയ ആണെന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്നാണ് അവനതിന് മറുപടി പറയുന്നത്. ഓൾറെഡി എഡ് ആ കാര്യമൊക്കെ അവനോട് പറഞ്ഞ് സെറ്റാക്കി വെച്ചതാണ്. അയാളാണെങ്കിൽ അതൊക്കെ വിശ്വസിക്കുകയും ചെയ്തു. അങ്ങനെ കുറച്ച് സമയത്തിന് ശേഷം വില്യം ഇപ്പോൾ വീട്ടിലേക്ക് എത്തി. ഇപ്പൊ എഡ് അവിടെ നിൽക്കുന്നുണ്ട്. ഈ സമയത്താണ് എഡ് വില്യത്തിന്റെ അടുത്തൊരു കാര്യം പറയുന്നത്. ഞാൻ ഇവിടെ നിന്ന സമയത്താണ് ഒരു കാര്യം ഓർത്തത്, നിന്റെ ഫാമിലിയെ കുറിച്ച് തന്നെ. അവർക്ക് വേണ്ടപ്പെട്ട സ്ഥലത്തേക്ക് പോവാതെയായിട്ട് കുറച്ച് ദിവസങ്ങളായില്ലേ, അപ്പൊ അവരുമായി ബന്ധപ്പെട്ട ആൾക്കാരൊക്കെ അവരെ കുറിച്ച് അന്വേഷിക്കത്തില്ലേ, നീ അതിനെക്കുറിച്ച് വല്ലതും ആലോചിക്കുന്നുണ്ടോ എന്നാണ് അവന്റെ ചോദ്യം. അവൻ അത് പറഞ്ഞു കഴിയുമ്പോഴാണ് വില്യം അതിനെക്കുറിച്ച് ഓർക്കുന്നത്. അവൻ വേഗം ചെന്നിട്ട് അവന്റെ ഫാമിലിയിലുള്ളവരുടെ എല്ലാവരുടെയും മൊബൈൽ ഫോണും കാര്യങ്ങളൊക്കെ ഓണാക്കി. ഇഷ്ടംപോലെ മെസ്സേജുകളും കാര്യങ്ങളൊക്കെ അതിൽ വന്നിട്ടുണ്ട്. അതിനൊക്കെ റിപ്ലൈ കൊടുത്തില്ലെങ്കിൽ പണിയാണ് എന്ന കാര്യം അവനറിയാം. കാരണം റിപ്ലൈ കിട്ടിയിട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ അന്വേഷിച്ചിറങ്ങും. അത് ഒഴിവാക്കാൻ വേണ്ടി അവൻ അവരാണെന്നുള്ള രീതിയിൽ ഓരോരുത്തർക്കും മെസ്സേജ് അയക്കുകയാണ്. ഈ പരിപാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം അവൻ അടുത്തായിട്ട് പോകുന്നത് ആ ക്ലോണിംഗ് നടക്കുന്ന സ്ഥലത്തേക്കാണ്. അവനിപ്പോൾ ആ ടാങ്കുകളൊക്കെ ചെക്ക് ചെയ്യുമ്പോൾ അവരുടെ ശരീരങ്ങളൊക്കെ പൂർണ്ണമായിട്ടും വളർന്നു വന്നിട്ടുണ്ട്. മാത്രമല്ല അവർക്കെല്ലാവർക്കും ജീവനുണ്ട്. ഇതുവരെയായിട്ടും കുഴപ്പങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. അങ്ങനെ അതൊക്കെ ഒന്ന് നോക്കിയതിന് ശേഷം അവൻ അടുത്തായിട്ട് ചെക്ക് ചെയ്യുന്നത് ആ ബ്രെയിൻ ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യമാണ്. ഇപ്പോഴും അവനത് ക്രാക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. എന്തോ ഒരു കാര്യം അവൻ മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ അവൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് എഡ് അങ്ങോട്ട് വരുന്നത്. ഇപ്പൊ അവൻ പറഞ്ഞ ആ 17 ദിവസമായി. അതുകൊണ്ട് ആ ബോഡിയൊക്കെ ആ ടാങ്കിൽ നിന്ന് വെളിയിലേക്ക് എടുക്കാനായിട്ടുണ്ട്. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പൊ എഡ് അങ്ങോട്ട് വന്നിരിക്കുന്നത്. ആ കാര്യം മനസ്സിലായതുകൊണ്ട് തന്നെ വില്യം പറയുന്നത് ബ്രെയിൻ ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാൻ റെഡി ആയിട്ടില്ല എന്നാണ്. അതേക്കുമ്പോൾ അത് പറ്റത്തില്ല, 17 ദിവസമായി, വേഗം തന്നെ കാര്യങ്ങളൊക്കെ നടത്തണം എന്ന് പറഞ്ഞിട്ട് അവർ വേഗം ആ ടാങ്കിന്റെ അടുത്തേക്ക് പോവാണ്. അങ്ങനെ അവിടേക്ക് എത്തിയതിനു ശേഷം എഡ് ഇപ്പൊ വില്യമിനോട് പറയുന്നത്, ഇപ്പൊ ഈ ക്ലോൺസ് എല്ലാം പൂർണ്ണ വളർച്ചയിലെത്തി. ഇപ്പൊ അവരുടെ മൈൻഡ് ബ്ലാങ്ക് ആണ്. ഇനിയിപ്പോൾ ആ ബ്രെയിൻ ഡാറ്റാസ് നീ ട്രാൻസ്ഫർ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഇവർക്ക് പ്രായമാവും. അപ്പൊ പിന്നെ നമ്മൾ ഈ നടത്തിയ പരീക്ഷണങ്ങളൊക്കെ വേസ്റ്റ് ആണ്. അതുകൊണ്ട് ബ്രെയിൻ ഡാറ്റാസിന്റെ കാര്യം വേഗം ഒരു തീരുമാനമാക്കണം എന്നാണ് എഡ് പറയുന്നത്. അതേക്കുമ്പോൾ അത് ഞാൻ റെഡിയാക്കാം, നീ ആദ്യം ഈ ബോഡീസ് വെളിയിലേക്ക് എടുക്കുക, എന്നിട്ട് ഇവരെ എല്ലാവരെയും നമുക്ക് മയക്കി കടത്താം ഒരു 3 ദിവസം കൂടെ. ആ സമയത്തിനുള്ളിൽ ബ്രെയിൻ ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഞാൻ റെഡിയാക്കിക്കോളാം എന്നാണ് വില്യം പറയുന്നത്. എഡ് ആണെങ്കിൽ അതിന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ അവർ ഓരോരുത്തരെയായിട്ട് ആ ടാങ്കിൽ നിന്ന് വെളിയിലേക്ക് എടുത്തു. പുറത്തേക്ക് എടുത്ത ഉടനെ തന്നെ വില്യം അവരുടെ ശരീരത്തിലേക്ക് ഒരു സെഡേറ്റീവ് കുത്തിവെക്കുകയാണ്. ഈ സമയം എഡ് ആണെങ്കിൽ ശരിക്കും അത്ഭുതപ്പെട്ട് നിൽക്കുകയാണ്. കാരണം ആദ്യമായിട്ടാണ് അവനൊരു മനുഷ്യനെ ക്ലോൺ ചെയ്യുന്നത്. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. അവൻ എല്ലാവരെയും ഓരോ റൂമിലാക്കി കിടത്തിരിക്കുകയാണ്. ഇപ്പൊ അവൻ ഇരിക്കുന്നത് മോണയുടെ മുമ്പിലാണ്. അവിടെ ഒന്ന് നോക്കിയതിനു ശേഷം അവൻ അടുത്തായിട്ട് പോയിട്ട് ചെക്ക് ചെയ്യുന്നത് ആ റോബോട്ടിന്റെ മൈൻഡിലേക്ക് ആ ബ്രെയിൻ ഡാറ്റാസ് അവൻ ട്രാൻസ്ഫർ ചെയ്തല്ലോ, അതിന്റെ വീഡിയോ അവൻ എടുത്തു വെച്ചിട്ടുണ്ട്. അതാണ് അവൻ ചെക്ക് ചെയ്യുന്നത്. പക്ഷെ എത്ര അത് പരിശോധിച്ചിട്ടും എന്താണ് അവൻ മിസ് ചെയ്യുന്നത് എന്ന കാര്യം അവന് മനസ്സിലാവുന്നില്ല.
അടുത്തായിട്ട് അവൻ പോകുന്നത് അവന്റെ മകന്റെ അടുത്തേക്കാണ്. മകന് കുഴപ്പമൊന്നുമില്ല. അവനെ നോക്കിയതിനു ശേഷം അടുത്തതായിട്ട് അവൻ അവന്റെ മകളുടെ അടുത്തേക്ക് ചെന്നു. അവൾക്കും കുഴപ്പമൊന്നുമില്ല. എല്ലാവരും ഇപ്പൊ നല്ല മയക്കത്തിലാണ്. അങ്ങനെ അവരെ നോക്കിയതിനു ശേഷം അവൻ മോണയുടെ അടുത്തേക്ക് തന്നെ എത്തി. അവനിപ്പോൾ വല്ലാത്തൊരു സങ്കടത്തിലാണ്. കാരണം ആ ബ്രെയിൻ ഡാറ്റാസിന്റെ കാര്യത്തിൽ അവൻ ഇതുവരെയായിട്ടും ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അങ്ങനെ വളരെ സങ്കടത്തോടെ അവനിപ്പോൾ സോയയുടെ കൈ പിടിച്ചു. എന്നിട്ട് അവളുടെ അടുത്ത് ഒരു സോറി പറയാണ്. നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്, പക്ഷെ അത് എന്നെ കൊണ്ട് പറ്റുന്നില്ല എന്ന് പറഞ്ഞിട്ട് അവൻ അവളെ കുത്തിവെക്കാൻ വേണ്ടി ഒരു സിറിഞ്ച് എടുത്തു. എന്നാൽ അത് കുത്തിവെക്കാൻ തുടങ്ങുമ്പോഴാണ് അവനൊരു കോള് വരുന്നത്. കോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ അത് ബോസാണ്. ആ എക്സ്പെരിമെന്റിനെ കുറിച്ച് ചോദിക്കാനാണ് അയാൾ ഇപ്പോൾ വിളിച്ചിരിക്കുന്നത്. എന്നാൽ അയാളോട് സംസാരിക്കുന്ന സമയത്ത് അവൻ മോണയുടെ ദേഹത്ത് കൈവെക്കുന്നുണ്ട്. അപ്പോഴാണ് അവനൊരു കാര്യം ശ്രദ്ധിക്കുന്നത്. അവിടുത്തെ ആ മോണിറ്റർ ഉണ്ടല്ലോ, ഇവൻ അവളുടെ ശരീരത്തിൽ കൈവെക്കുന്ന സമയത്ത് അവളുടെ ബ്രെയിനിൽ ഒരു അനക്കം കാണുന്നുണ്ട്. എന്നാൽ കൈ എടുക്കുമ്പോൾ ബ്രെയിൻ ബ്ലാങ്ക് ആണ്. അതിൽ നിന്നും അവനിപ്പോൾ ഒരു കാര്യം മനസ്സിലായി. അങ്ങനെ അവൻ വേഗം തന്നെ എഡിനെ അങ്ങോട്ട് വിളിച്ചു വരുത്തി. എന്നിട്ട് എഡിന്റെ അടുത്ത് അവൻ കണ്ടെത്തിയ കാര്യം പറയാണ്. എടാ, നമ്മൾ ഇത്രയും കാലം തെറ്റായ ഒരു സ്ഥലമാണ് നോക്കിയത്. നമ്മൾ ചെക്ക് ചെയ്യേണ്ടിയിരുന്നത് മൈൻഡോ ബ്രെയിനോ അല്ല, ശരീരമാണ്. ഇന്ന് ഞാനത് കണ്ടെത്തി. നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് തന്നെ ആ ബ്രെയിൻ ഡാറ്റാസ് ഒക്കെ ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും. അത് ഞാൻ നിനക്ക് വിശദമാക്കി തരാം എന്നും പറഞ്ഞിട്ട് വില്യം അവനെയും വിളിച്ചുകൊണ്ട് മോണയുടെ അടുത്തേക്കാണ് പോകുന്നത്. എന്നിട്ട് കാര്യങ്ങളൊക്കെ വിശദീകരിച്ചു കൊടുക്കുകയാണ്. നീ സ്ക്രീൻ നോക്കിക്കേ, ഇതിൽ ഇവളുടെ ബ്രെയിൻ ബ്ലാങ്ക് ആണ്. പക്ഷെ ഞാൻ ഇവളുടെ ശരീരത്തിൽ ടച്ച് ചെയ്യുമ്പോൾ കണ്ടില്ലേ, ബ്രെയിനിൽ ഒരു അനക്കം കാണുന്നുണ്ട്. കൈ എടുത്തു കഴിഞ്ഞാൽ ആ അനക്കം ഇല്ല, പിന്നെ ടച്ച് ചെയ്യുമ്പോൾ അത് വരുന്നുള്ളൂ. ഇവളുടെ മൈൻഡ് ഇപ്പോൾ ബ്ലാങ്ക് സ്റ്റേറ്റിലാണ്, അതായത് ഒരു കോമ എന്ന് പറയാം. ഇതുവരെയായിട്ടും ഇവളുടെ കോൺഷ്യസ്നെസിന്റെ ഒരു നിമിഷം പോലും എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല. എന്നാൽ ഇവൾ ശ്വസിക്കുന്നുമുണ്ട്, ഇവളുടെ ഹൃദയം ഇടിക്കുന്നുമുണ്ട്. അതായത് ഇവളുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ ഇവളുടെ ബ്രെയിൻ കൺട്രോൾ ചെയ്യുന്നുണ്ട്. അതെന്തുകൊണ്ടാണ്? അതിനൊരൊറ്റ ഉത്തരവേ ഉള്ളൂ. ഇവളുടെ ബ്രെയിനിന് അറിയാം ഇവക്ക് ഇങ്ങനെ ഒരു ശരീരം ഉണ്ടെന്ന്. ഈ ഒരു കാര്യമാണ് നമ്മൾ ഇത്രയും കാലം മിസ് ചെയ്തത്. ഈ ഒരു കാരണം കൊണ്ട് തന്നെയാണ് 345 എന്ന റോബോട്ട് വർക്ക് ആവാതിരുന്നു. ആ റോബോട്ടിന്റെ കാര്യം നോക്കിക്കേ, അതിന്റെ ശരീരത്തിൽ എന്തൊക്കെയാണുള്ളത്? ഇലക്ട്രോഡ്സ്, കുറെ വയറുകൾ, പിന്നെ സ്റ്റീൽ, ടൈറ്റാനിയം, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അങ്ങനെയുള്ള ആ റോബോട്ടിന്റെ മൈൻഡിലേക്കാണ് നമ്മളൊരു ബയോളജിക്കൽ ബ്രെയിനിന്റെ ഡാറ്റ കൊടുക്കുന്നത്. പക്ഷെ ആ ബയോളജിക്കൽ ബ്രെയിനിന് അതിന്റെ ശരീരം ഒരിക്കലും ഡിറ്റക്ട് ചെയ്യാൻ പറ്റത്തില്ല. കാരണം അത് അതിന്റെ ശരീരമല്ല, അതുകൊണ്ട് അത് റിജക്ട് ചെയ്യത്തേ ഉള്ളൂ. ഈ ഒരു കാരണം കൊണ്ടാണ് ഈ റോബോട്ടിന്റെ എക്സ്പെരിമെന്റ് ഫെയിൽ ആയത്. ഇനി ആ എക്സ്പെരിമെന്റ് വിജയിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒരൊറ്റ കാര്യം ചെയ്യാൻ പറ്റത്തുള്ളൂ, അതായത് അതിനെ മാനിപ്പുലേറ്റ് ചെയ്യുക. അതിന് കൊടുക്കുന്ന ആ ബ്രെയിൻ ഡാറ്റാസിന് അതിനൊരു ബയോളജിക്കൽ ശരീരമുണ്ട് എന്നതിനെ വിശ്വസിപ്പിക്കണം. അതിനുള്ള മാർഗം നമ്മൾ കണ്ടെത്തി കഴിഞ്ഞാൽ റോബോട്ടിന്റെ കാര്യത്തിൽ നമ്മൾ വിജയിക്കും. അതെല്ലാം കേൾക്കുമ്പോൾ അത് ശരിയാണ് എന്ന കാര്യം എട്ടിന് മനസ്സിലായി. ഓക്കെ, റോബോട്ടിന്റെ കാര്യം അവിടെ നിൽക്കട്ടെ, പക്ഷെ നിന്റെ ഫാമിലിയുടെ കാര്യം എന്ത് ചെയ്യും? അവൻ അത് ചോദിക്കുമ്പോൾ വില്യം പറയുന്നത്, ഇനി എന്റെ ഫാമിലിയുടെ കാര്യത്തിൽ എന്ത് ചെക്ക് ചെയ്യാനാണ്? അത് സിമ്പിളാണ്, നമ്മൾ ഡയറക്റ്റ് ആയിട്ട് ആ ബ്രെയിൻ ഡാറ്റാസ് കൊടുത്താൽ മതി. ഓൾറെഡി ഇതിന്റെ ബ്രെയിനിന് അറിയാം ഇവർക്ക് ഇങ്ങനെ ഒരു ശരീരം ഉണ്ടെന്ന്. അതുകൊണ്ട് ആ ബ്രെയിൻ ഡാറ്റാസ് ഒക്കെ ഇവളുടെ ബ്രെയിൻ സ്വീകരിച്ചോളും. ഈ പരീക്ഷണം വിജയിക്കുന്നുള്ള കാര്യം ഉറപ്പാണ് എന്നാണ് വില്യം പറയുന്നത്. അങ്ങനെ ഉടനെ തന്നെ വില്യം ആ ബ്രെയിൻ ഡാറ്റാസ് ട്രാൻസ്ഫർ ചെയ്യാനുള്ള ആ പരിപാടിയൊക്കെ തുടങ്ങി. അതിനുവേണ്ടി അവളുടെ തലയിലായിട്ട് ആ സാധനം വെച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അവനും അവന്റെ തലയിലേക്ക് ആ ഹെൽമെറ്റ് വെച്ചു. എന്നിട്ട് അവനിപ്പം അവളുടെ ആ ബ്രെയിൻ ഡാറ്റാസ് ഓപ്പൺ ആക്കുകയാണ്. അത് മുഴുവൻ ചെക്ക് ചെയ്ത് കുഴപ്പമൊന്നും ഇല്ലാന്ന് കൺഫേം ചെയ്തിട്ട് അവൻ ആ ഡാറ്റാസ് മൊത്തം അവളുടെ ബ്രെയിനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. അങ്ങനെ അതെല്ലാം ചെയ്ത് കഴിയുമ്പോഴേക്കും അവൾ കണ്ണു തുറന്നു. ഈ സമയം അവൾ അവനെ തിരിച്ചറിയുകയും ചെയ്തു. അപ്പോൾ അവൾക്ക് കുഴപ്പമൊന്നുമില്ലാന്ന് മനസ്സിലാവുമ്പോൾ അവൻ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ പിന്നെയും അവളെ ഉറക്കാൻ വേണ്ടി ഒരു ഇഞ്ചക്ഷൻ കൊടുക്കുകയാണ്. അത് കാണുമ്പോൾ നീ എന്തിനാ പിന്നെ അവളെ ഉറക്കിയത് എന്നാണ് എഡി ചോദിക്കുന്നത്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഇവളും കുട്ടികൾ എഴുന്നേൽക്കുമ്പോൾ ഈ വീട് ഇതുപോലെ ഇരുന്നാൽ പറ്റത്തില്ല, ഇവിടുത്തെ കാര്യങ്ങൾ മുഴുവൻ മാറ്റണം, അല്ലെങ്കിൽ ഇവർക്ക് ഡൗട്ട് തോന്നും എന്നാണ് അവൻ പറയുന്നത്. അത്രയും പറഞ്ഞതിന് ശേഷം അവൻ അവന്റെ കല്യാണമോതിരം എടുത്തിട്ട് അവളുടെ വിരലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് എഡ് അവിടുന്ന് പോയി. അവനെ പറഞ്ഞു വിട്ടിട്ട് വില്യം അടുത്തായിട്ട് പോകുന്നത് ആ വീട് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആ എക്സ്പെരിമെന്റുമായി ബന്ധപ്പെട്ട മുഴുവൻ കാര്യങ്ങളും അവൻ അവിടുന്ന് എടുത്ത് മാറ്റി. മാത്രമല്ല കുട്ടികളുടെ റൂമൊക്കെ പഴയതുപോലെ തന്നെ ആക്കി വെക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ അവൻ അവിടുന്ന് മാറ്റാനുള്ളത് സോയിയുടെ ഓർമ്മകളാണ്. അവളുടെ കുറെ ഫോട്ടോസൊക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അതെല്ലാം അവൻ അവിടുന്ന് എടുത്ത് മാറ്റുകയാണ്. എന്നിട്ട് ആ കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം അവൻ അവന്റെ ഭാര്യയുടെ കൂടെ ബെഡിലേക്ക് കയറി കിടക്കുകയും ചെയ്തു. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ അവൻ താഴേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടുത്തെ കാഴ്ച അവനെ അത്ഭുതപ്പെടുത്തി കളഞ്ഞു. ഭാര്യയും പിള്ളേരും അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. അവർക്ക് കുഴപ്പമൊന്നുമില്ല, എല്ലാം പഴയതുപോലെ തന്നെയാണ്. അതുകൊണ്ട് തന്നെ അവന് ഭയങ്കര സന്തോഷമായി. ഈ സമയത്താണ് അവനൊരു കോള് വരുന്നത്. എഡാണ്, നീ എത്രയും പെട്ടെന്ന് ലാബിലേക്ക് വരണം, പുതിയൊരു ശരീരം അങ്ങോട്ട് കൊണ്ടുവന്നിട്ടുണ്ട്, ഇന്ന് ആ പരീക്ഷണം നമ്മൾ നടത്തിയേ പറ്റൂ എന്നാണ് അവൻ പറയുന്നത്. അതിനെ തുറന്ന് വില്യം ഇപ്പം അവന്റെ ലാബിലേക്ക് എത്തി. എന്നിട്ട് അവരിപ്പം ആ എക്സ്പെരിമെന്റ് തുടങ്ങുകയാണ്. അതായത് മരിച്ചുപോയ ഒരാളുടെ ബ്രെയിൻ ഡാറ്റാസ് ആ റോബോട്ടിലേക്ക് ആക്കുന്നത്. പക്ഷെ ഇത് വർക്കൗട്ട് ആവത്തില്ല എന്ന കാര്യം അവനറിയാം. അതുകൊണ്ട് തന്നെ അവൻ അതൊക്കെ ചെക്ക് ചെയ്തിട്ട് ഇയാളുടെ ബ്രെയിൻ മൊത്തം ഡാമേജാണ്, ഇത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റത്തില്ല എന്നാണ് പറയുന്നത്. അത് ബാക്കിയുള്ളവരെ ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ഈ സമയം ഇത് കേട്ടുകൊണ്ട് ബോസ് അവിടെ നിൽക്കുന്നുണ്ട്. അയാൾക്ക് ശരിക്കും നിരാശയായി. അയാളാണെങ്കിൽ അപ്പുറത്തേക്ക് പോവുകയും ചെയ്തു. ഈ സമയത്താണ് എഡ് വില്യത്തിന്റെ അടുത്തേക്ക് വരുന്നത്. എന്തുകൊണ്ടാണ് നീ അങ്ങനെ പറഞ്ഞത്? ഡോണറിന് കുഴപ്പമൊന്നും ഞാൻ നോക്കിയിട്ട് കണ്ടില്ലല്ലോ എന്നാണ് എഡിന്റെ ചോദ്യം. അതേക്കുമ്പോൾ എടാ, ഇതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ഞാൻ നിനക്ക് നേരത്തെ തന്നതല്ലേ. നമ്മളിപ്പോൾ ഈ ബ്രെയിൻ ഡാറ്റാസ് ആ സിന്തറ്റിക് ബോഡിയിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അതിനൊരു ഒറിജിനൽ ശരീരം ഉണ്ടെന്നുള്ള കാര്യത്തിന് ഫീൽ ചെയ്യത്തില്ല. അതുകൊണ്ട് അത് റിജക്ട് ചെയ്യത്തേ ഉള്ളൂ. എന്തിനാണ് വെറുതെ അങ്ങനെ ചെയ്യാൻ നിൽക്കുന്നത് എന്നാണ് വില്യം പറയുന്നത്.
അതേക്ക് നെഡ് പറയുന്നത് എത്രയും പെട്ടെന്ന് ഈ 345 വർക്കായിട്ടില്ലെങ്കിൽ അതിന്റെ പണി നമുക്ക് എല്ലാവർക്കും കിട്ടും. അതുകൊണ്ട് വേഗം തന്നെ ഇതിനൊരു സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ നോക്ക് എന്നാണ് നെഡ് പറയുന്നത്. അങ്ങനെ അവനോടുള്ള സംസാരത്തിന് ശേഷം ആരും കാണാതെ വില്യം അവന്റെ ആ ലാപ്ടോപ്പും ഹെൽമെറ്റും എടുത്തിട്ട് നേരെ ആ ബാത്റൂമിലേക്ക് പോവാണ്. അവനിപ്പോൾ ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്. ഒരു സിന്തറ്റിക് ബോഡിയിലേക്ക് ഒരു ബ്രെയിൻ ഡാറ്റ കൊടുക്കുമ്പോൾ അത് മരിച്ച ഒരാളുടേത് പറ്റത്തില്ല. എന്നാൽ ജീവനോടെ ഇരിക്കുന്ന ഒരാളുടേത് കൊടുത്തു കഴിഞ്ഞാൽ ആ ബ്രെയിൻ ഡാറ്റാസിന് അതിനൊരു ശരീരമുണ്ട് എന്ന കാര്യം തിരിച്ചറിയാൻ പറ്റും. അങ്ങനെ വരുമ്പോൾ അത് സിന്തറ്റിക് ബോഡിയിലാണെങ്കിലും അത് വർക്ക് ചെയ്യുകയും ചെയ്യും. അതുകൊണ്ട് അവന്റെ തന്നെ ബ്രെയിൻ ഡാറ്റാസ് എടുക്കാനാണ് അവനിപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷെ ഇത് രഹസ്യമായിട്ടാണ്. അങ്ങനെ വേഗം അവൻ ആ ഹെൽമെറ്റ് വെച്ചിട്ട് അവന്റെ കണ്ണിലേക്ക് ആ നീഡിൽ ഊത്തിയിറക്കി. എന്നിട്ട് അവന്റെ ബ്രെയിനിലെ ഡാറ്റ മൊത്തം അവന്റെ ആ ലാപ്ടോപ്പിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാണ്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞതിന് ശേഷം അവൻ നേരെ പോകുന്ന എഡിന്റെ അടുത്തേക്കാണ്. എന്നിട്ട് അവന്റെ അടുത്ത് കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ എന്റെ ബ്രെയിൻ ഡാറ്റ ആ സിന്തറ്റിക് ബോഡി കൊടുക്കാൻ പോവാണ്. അതിനു മുമ്പായിട്ട് നീ എന്റെ ബോഡി മൊത്തം ഒന്ന് സ്കാൻ ചെയ്ത് തരണം. എന്നിട്ട് ഞാൻ എന്റെ ബ്രെയിൻ ഡാറ്റയും എന്റെ ബോഡിയുടെ കാര്യങ്ങളൊക്കെ വെച്ച് ഒരു അൽഗോരിതം ഉണ്ടാക്കും. അതിനുശേഷം ആ സിന്തറ്റിക് ബോഡിയിലേക്ക് ട്രാൻസ്ഫർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ ട്രിക്ക് ചെയ്യാൻ പറ്റും. അതായത് എന്റെ ഈ ശരീരം ഉണ്ട് എന്ന കാര്യം എന്റെ ബ്രെയിൻ ഡാറ്റയ്ക്ക് അറിയാം. അതാണെന്ന് വിചാരിച്ചിട്ട് അത് ആ സിന്തറ്റിക് ബോഡി ആക്സെപ്റ്റ് ചെയ്തോളും. പിന്നെ എന്റെ ചിന്തകൾ തന്നെയായിരിക്കും ആ സിന്തറ്റിക് ബോഡിക്ക് ഉണ്ടായിരിക്കുക. ഈ പരീക്ഷണത്തിൽ നമ്മൾ വിജയിക്കുകയും ചെയ്യും എന്നാണ് അവൻ പറയുന്നത്. അവൻ അതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അത് നല്ലൊരു ആശയമാണ് എന്ന കാര്യം എഡിനും മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവൻ അതിന് സമ്മതിക്കുകയും ചെയ്തു. അങ്ങനെ സമയം രാത്രിയായി. വില്യം ഇപ്പോൾ അവന് വീട്ടിലേക്ക് എത്തി. ഈ സമയം വീടിനകത്തേക്ക് കയറുമ്പോൾ അവന്റെ ഭാര്യ അവിടെ നിൽക്കുന്നുണ്ട്. അവൾ വല്ലാത്തൊരു ടെൻഷനിലാണ്. അവളിപ്പോൾ അവനോട് പറയുന്നത് എനിക്ക് ചില ഓർമ്മകളൊന്നും കിട്ടുന്നില്ല എന്നാണ്. അതേക്കുമ്പോൾ ഓരോന്നൊക്കെ പറഞ്ഞിട്ട് അവൻ അവളെ തൽക്കാലം സമാധാനിപ്പിച്ചു വിട്ടു. എന്നിട്ട് അവൻ അടുത്തതായിട്ട് ചെല്ലുന്നത് ആ അൽഗോരിതം ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. കുറച്ച് സമയത്ത് ശ്രമത്തിന് ശേഷം അവൻ ആ പരിപാടിയൊക്കെ തീർത്തു. ഇതേസമയം തന്നെ സോഫി നല്ല ഉറക്കമാണ്. പെട്ടെന്നാണ് അവളൊരു സ്വപ്നം കണ്ട് ഞെട്ടി എഴുന്നേക്കുന്നത്. അവളിങ്ങനെ നിലവിളിക്കുന്ന കാണുമ്പോൾ വില്യം വേഗം അവളുടെ അടുത്തേക്ക് വന്നു. അവൾ പറയുന്നത് അമ്മ മരിച്ചു പോകുന്നതായിട്ട് ഞാനൊരു സ്വപ്നം കണ്ടതാണ്. അതേക്കുമ്പോൾ അവൻ അവളെയും ഓരോന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു. എന്നിട്ട് അവൾ ഉറങ്ങിയതിന് ശേഷം അവൻ അവൾക്കൊരു സെഡേറ്റീവ് കൊടുക്കുകയാണ്. എന്നിട്ട് അവളെ എടുത്തുകൊണ്ട് അവൻ അവന്റെ ലാബിലേക്ക് ചെന്നു. എന്നിട്ട് അവനിപ്പം അവളുടെ ബ്രെയിനിലെ ചില ഓർമ്മകളൊക്കെ ഡിലീറ്റ് ചെയ്യുകയാണ്. അങ്ങനെ ആ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിയുമ്പോഴാണ് ഇതും കണ്ടുകൊണ്ട് മോൺ അങ്ങോട്ട് വരുന്നത്. ഇനിയിപ്പം ഒന്നും ഒളിച്ചു വെച്ചിട്ട് കാര്യമില്ല എന്ന കാര്യം വില്യമിന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ അവനുണ്ടായ കാര്യങ്ങൾ മുഴുവൻ അവളുടെ അടുത്ത് പറയാണ്. അതായത് ആ ആക്സിഡന്റ് സംഭവിച്ചതും ഇവര് മരിച്ചതും പിന്നെ ഇവരെ ക്ലോൺ ചെയ്ത കാര്യങ്ങളൊക്കെ. അതെല്ലാം കേൾക്കുമ്പോൾ അവൾക്കാണെങ്കിൽ ഒരു ഞെട്ടലായിരുന്നു. അങ്ങനെ പിറ്റേ ദിവസമായി എല്ലാവരും ഇപ്പം അവിടുത്തെ ഭക്ഷണം കഴിക്കുകയാണ്. ഈ സമയത്താണ് സോഫി ഒരു കാര്യം ചോദിക്കുന്നത്. അല്ലച്ചാ, ആരാണ് ഈ സോയി? എന്റെ റൂമില് എന്റെ കബോർഡിൽ സോയി എന്നൊക്കെ എഴുതി വെച്ചിട്ടുണ്ടല്ലോ, ആരാണത് എന്നാണ് അവളുടെ ചോദ്യം. ഇതും കേട്ടുകൊണ്ടാണ് മോണ കിച്ചണിൽ നിന്ന് വരുന്നത്. അവൾക്കും സോയിനെ കുറിച്ച് ചില സൂചനകൾ കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് അവളും ആരാണ് ഈ സോയി എന്നാണ് വില്യത്തിനോട് ചോദിക്കുന്നത്. വില്യമാണെങ്കിൽ ഇപ്പൊ എന്താണ് പറയേണ്ടത് എന്നറിയാത്ത അവസ്ഥയിലാണ്. ഈ സമയത്താണ് അവരുടെ ബോസായ ജോൺസ് അങ്ങോട്ട് വരുന്നത്. എനിക്ക് നിന്നോടൊരു കാര്യം പറയേണ്ടതെന്ന് പറഞ്ഞിട്ട് അയാൾ അവനെ വെളിയിലേക്ക് വിളിച്ചുകൊണ്ടുപോയി. സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ അയാൾ അറിഞ്ഞു. അതായത് ഇവന്റെ ഫാമിലി മരിച്ചുപോയതും അവൻ അവരെ ക്ലോൺ ചെയ്തു. അപ്പൊ അയാൾ പറയുന്നത് ഇപ്പൊ നിന്റെ വീട്ടിലിരിക്കുന്ന നിന്റെ ഫാമിലി മെമ്പേഴ്സ് ഉണ്ടല്ലോ, ഇതെല്ലാം എന്റെ കമ്പനിയുടെ പ്രോപ്പർട്ടിയാണ്. ഇപ്പൊ നീ ചെയ്ത ക്ലോണിംഗ് ഉണ്ടല്ലോ, അതൊരു ക്രൈമാണ്. ഇത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ അതോടുകൂടെ എന്റെ കമ്പനി പൂട്ടേണ്ടി വരും. അതുകൊണ്ട് ഈ സബ്ജക്റ്റിനൊക്കെ തിരിച്ചേൽപ്പിക്കേ, വേണമെങ്കിൽ ഇന്ന് രാത്രി കൂടെ നിനക്ക് ഇവരുടെ കൂടെ കഴിയാം എന്നാണ് അയാൾ പറയുന്നത്. അതേക്കുമ്പോൾ ദൈവത്തോർത്ത് ഞാൻ പറയുന്നത് നിങ്ങളൊന്ന് കേക്ക്. നിങ്ങൾക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ഞാൻ ചെയ്തു തരാം. ആ റോബോട്ടിന്റെ കാര്യത്തിൽ ഞാൻ ഒരു സൊല്യൂഷൻ എത്തിയിട്ടുണ്ട്. അതിനുവേണ്ടി ഞാൻ ഒരു അൽഗോരിതം ക്രിയേറ്റ് ചെയ്തു. അതെല്ലാം ഞാൻ നിങ്ങളെ ഏൽപ്പിക്കാം. ദയവ് ചെയ്ത് എന്നെ എന്റെ ഫാമിലിയും വെറുതെ വിടണം എന്ന് പറഞ്ഞിട്ട് അവൻ ആ അൽഗോരിതം എടുക്കാൻ വേണ്ടി അകത്തേക്ക് പോയി. പക്ഷെ അവനറിയാം എന്തായാലും ഇയാള് അവനെ വെറുതെ വിടാൻ പോകുന്നില്ല എന്ന്. അതുകൊണ്ട് അവനത് എടുത്തോണ്ട് വന്ന ഉടനെ ഒരു സിറിഞ്ചെടുത്ത് അയാളുടെ കയ്യിൽ കുത്തിവെക്കുകയാണ്, അയാളെ മയക്കാൻ വേണ്ടി. മാത്രമല്ല അവൻ അയാളുടെ തലക്കിട്ടൊരു അടിയും കൊടുത്തു. അതോടുകൂടെ അയാൾ ബോധം കെട്ടു വീഴാണ്. അങ്ങനെ ഈ കാര്യങ്ങളൊക്കെ ചെയ്തതിനു ശേഷം വളരെ വെപ്രാളം പിടിച്ച് അവൻ വീടിനകത്തേക്ക് ചെന്നു. ഇതൊക്കെ കണ്ട് മോണയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവുന്നില്ല. നീ എന്താണ് ഈ കാണിക്കുന്നത്? നീ ഞങ്ങളെ വല്ലാണ്ട് പേടിപ്പിക്കുന്നുണ്ട് കേട്ടോ എന്നൊക്കെയാണ് അവള് പറയുന്നത്. എന്നാൽ അതൊന്നും കേൾക്കാതെ അവൻ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന്റെ കയ്യിലുള്ള ഹാർഡ് ഡിസ്ക് ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഓവന്റെ അകത്തേക്ക് വെച്ചു. എന്നിട്ട് അത് ഫ്രൈ ചെയ്യാണ്. ഈ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഇപ്പൊ ആ ബോസ് വന്ന് പറഞ്ഞ കാര്യങ്ങളൊക്കെ അവൻ അവളുടെ അടുത്തും പറയാണ്. ഇപ്പൊ കാര്യങ്ങളൊക്കെ കമ്പനിയിലുള്ള ആൾക്കാർ അറിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു സെക്കൻഡ് പോലും നമ്മളിവിടെ നിൽക്കാൻ പാടില്ല, എത്രയും പെട്ടെന്ന് ഇവിടുന്ന് പോകണം എന്നാണ് അവൻ പറയുന്നത്. അങ്ങനെ വേഗം തന്നെ എല്ലാവരും റെഡി ആയിട്ട് അവരുടെ കാറിലേക്ക് കയറി. ആ ജോൺസിന്റെ കുറച്ച് ആൾക്കാർ വെളിയിൽ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പൊ അവര് കാർ എടുത്തോണ്ട് പോകുന്നത് അവന്മാരും കണ്ടു. ഈ സമയമാകുമ്പോഴേക്കും ജോൺസിന് ബോധം വന്നു. അയാൾ ആ വീടിനകത്തേക്ക് കയറി നോക്കുമ്പോൾ അവിടുത്തെ കിച്ചണിലായിട്ട് ആ അൽഗോരിതം മൊത്തം കത്തിപ്പോയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അത് കാണുമ്പോൾ അയാൾക്ക് വല്ലാത്ത നിരാശയായി. ഈ സമയത്താണ് അയാളുടെ ഒരു അസിസ്റ്റന്റ് വരുന്നത്. അയാളുടെ കയ്യിൽ ഒരു ടാബ് ഉണ്ട്. ആ ടാബിൽ ഇപ്പൊ വില്യമും ഫാമിലി എങ്ങോട്ടാണ് പോകുന്നത് എന്ന കാര്യം അയാൾ ട്രാക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ സമയം വില്യമും ഫാമിലിയും മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് ജോൺസിന്റെ കൂട്ടത്തിൽ ആൾക്കാർ വന്നിട്ട് അവരുടെ വണ്ടിയുടെ പുറകിലിടിക്കുന്നത്. അത് കാണുമ്പോൾ നമ്മൾ ഈ വഴിയാണ് പോകുന്നത്, ഇവർക്ക് എങ്ങനെ മനസ്സിലായി എന്നാണ് മോണ ചോദിക്കുന്നത്. അതേക്കുമ്പോൾ ഒരു ടാങ്കിലാണ് നിങ്ങളെ ക്ലോൺ ചെയ്തെടുത്തത്. ആ ടാങ്കിന്റെ ഉള്ളിൽ ഓൾറെഡി ഒരു ട്രാക്കർ ഉണ്ട്. നിങ്ങളുടെ ശരീരം വളർന്നു വരുമ്പോൾ അത് നിങ്ങളുടെ സ്പൈനുമായിട്ട് അറ്റാച്ച് ആവും. ഇപ്പൊ നിങ്ങളെ ട്രാക്ക് ചെയ്തിട്ടാണ് അവന്മാർ നമ്മുടെ പുറകെ വരുന്നത് എന്നാണ് അവൻ പറയുന്നത്. അതേക്കുമ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ട്രാക്കർ നശിപ്പിച്ചേ പറ്റൂ. നീ വേഗം എന്റെ ക്ലിനിക്കിലേക്ക് വണ്ടി വിട് എന്നാണ് അവള് പറയുന്നത്. അതിനെ തുടർന്ന് വില്യം വേഗം അവൾ വർക്ക് ചെയ്യുന്ന ക്ലിനിക്കിലേക്ക് വണ്ടി വിടാണ്.
അങ്ങനെ അവിടേക്ക് എത്തിയതിനു ശേഷം ഡീഫിബ്രിലേറ്റർ ഉപയോഗിച്ചിട്ട് ആ ട്രാക്കർ നശിപ്പിക്കാനാണ് അവൾ ഇപ്പോൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അതിനുള്ള പരിപാടികളൊക്കെ അവൾ ആരംഭിച്ചു. വേഗം തന്നെ അവൾ ആ ഡീഫിബ്രിലേറ്റർ എടുത്ത് ഓരോരുത്തരുടെ ശരീരത്തിലേക്കും പവർ കൊടുക്കുകയാണ്. അതോടുകൂടെ ആ ട്രാക്കർ ഫ്രൈ ആയി പോവുകയും ചെയ്തു. ഈ സമയമാകുമ്പോഴേക്കും ജോൺസിന്റെ ആൾക്കാരൊക്കെ അങ്ങോട്ട് എത്തി. എന്നാൽ അപ്പോഴേക്കും 3 പേരുടെ ട്രാക്കറും അവർ നശിപ്പിച്ചു കളഞ്ഞു. അതിനെ തുടർന്ന് അവർ വെളിയിലേക്ക് ഇറങ്ങാണ്. എന്നിട്ട് പെട്ടെന്ന് അവരുടെ വണ്ടി എടുത്ത് അവർ നേരെ പോകുന്നത് എഡിന്റെ ആ ബോട്ട് ഇരിക്കുന്ന സ്ഥലത്തേക്കാണ്. അങ്ങനെ ബോട്ട് യാർഡിലേക്ക് എത്തിയതിനു ശേഷം അവനവിടെ വണ്ടി നിർത്തി. അവന്റെ കയ്യിൽ ഇപ്പൊ കീ ഇല്ല, അത് തപ്പിയെടുക്കണം. അത് എഡിന്റെ ബോട്ടിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് തൽക്കാലം അവരെ അവിടെ ഇരുത്തിയിട്ട് അവൻ വേഗം ബോട്ടിലേക്ക് പോവാണ്. എന്നാൽ അവിടുത്തെ ബോട്ട് യാർഡൊക്കെ ഇപ്പൊ പൂട്ടിക്കിടക്കാണ്. ഗേറ്റ് ഒക്കെ ക്ലോസ് ആയിട്ടുണ്ട്. അവൻ അതൊക്കെ എടുത്ത് ചാടിയിട്ടാണ് നേരെ ബോട്ടിലേക്ക് പോകുന്നത്. എന്നിട്ട് അവൻ ആ കീ സെർച്ച് ചെയ്യാൻ തുടങ്ങി. എന്നാൽ കീ അവിടെ ഒന്നും കാണുന്നില്ല. ഈ സമയത്താണ് ജോൺസിന്റെ ആൾക്കാർ അങ്ങോട്ടും വരുന്നത്. അവർ പെട്ടെന്ന് തന്നെ വന്നിട്ട് വില്യമിന്റെ ഫാമിലിയെ പിടിച്ചു. അവർ നിലവിളിക്കുന്ന ശബ്ദം ബോട്ടിലിരുന്നു കൊണ്ട് വില്യം കേൾക്കുന്നുണ്ട്. എന്നാൽ അവൻ അങ്ങോട്ട് ഓടിയെത്തുമ്പോഴേക്കും അവന്റെ ഫാമിലിയും കൊണ്ട് അവിടെ പോയി കഴിഞ്ഞിരുന്നു. ഇനിയിപ്പോ ജോൺസിന്റെ അടുത്തേക്ക് പോവാന്നല്ലാതെ അവന്റെ മുമ്പിൽ മറ്റൊരു മാർഗവും ഇല്ല. അങ്ങനെ കുറച്ച് സമയം കഴിഞ്ഞു. ഇപ്പൊ ജോൺസും എഡും അവരുടെ ലാബിൽ നിൽക്കുകയാണ്. ഇപ്പൊ ഇവരെ കുറിച്ചിട്ടുള്ള മുഴുവൻ ഡീറ്റെയിൽസും, അതായത് ഈ ക്ലോൺ ചെയ്ത കാര്യവും ബോട്ടിൽ നിന്ന് ആ കീ മാറ്റി വെച്ചതും എല്ലാം ഈ എഡിന്റെ പരിപാടിയാണ്. അതായത് അവൻ വില്യമിനെ ചതിച്ചതാണ്. അത് മറ്റൊന്നും കൊണ്ടല്ല, ഈ ജോൺസിനെ പിണക്കിയിട്ട് ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്ന കാര്യം അവനറിയാം. വെറുതെ എന്തിനാണ് പ്രശ്നത്തിലേക്ക് പോകുന്നതെന്ന് വിചാരിച്ചിട്ടാണ് അവനിപ്പോ ആ ജോൺസിന് സപ്പോർട്ടായിട്ട് നിൽക്കുന്നത്. പക്ഷെ അവൻ ചതിച്ചു എന്ന് മനസ്സിലാവുമ്പോൾ മോൺ അങ്ങോട്ട് വന്നിട്ട് അവനെ കുറെ തെറിയൊക്കെ പറഞ്ഞു. ഈ സമയമാകുമ്പോഴേക്കും വില്യം അങ്ങോട്ട് എത്തി. അവനിപ്പോ ജോൺസിനോട് പറയുന്നത്, നിങ്ങൾക്ക് ആ അൽഗോരിതമല്ല വേണ്ടത്, പക്ഷെ അത് ഞാൻ നശിപ്പിച്ചു. എങ്കിലും അതെന്റെ മൈൻഡിലുണ്ട്. ഞാൻ നിങ്ങൾക്ക് അത് തരാം, പക്ഷെ എന്നെയും എന്റെ ഫാമിലിയും വെറുതെ വിടണം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഞാനത് തരത്തില്ല എന്നാണ് അവൻ പറയുന്നത്. അതേക്കുമ്പോ, ഓ നീ വില പേശാണല്ലേ, അങ്ങനെയാണെങ്കിൽ എനിക്കൊന്ന് കാണണല്ലോ എന്ന് പറഞ്ഞിട്ട് അയാൾ എഡിനെ ഷൂട്ട് ചെയ്തു. അത് കറക്റ്റ് അവന്റെ തലയ്ക്കാണ് കൊണ്ടത്. അതോടുകൂടെ എഡ് മരിച്ചു വീണു. അങ്ങനെ അവനെ കൊന്നതിന് ശേഷം അയാൾ അടുത്തായിട്ട് തോക്കിയുണ്ടെന്നത് വില്യമിന് നേരെയാണ്. അത് കാണുമ്പോൾ, അരുത് ജോൺസ്, അരുത്, നിങ്ങൾക്ക് ആ അൽഗോരിതമല്ല വേണ്ടത്, അത് ഞാൻ നിങ്ങൾക്ക് തരാം, ദയവ് ചെയ്ത് നിങ്ങൾ ഷൂട്ട് ചെയ്യരുത് എന്നാണ് അവൻ പറയുന്നത്. അതേക്കുമ്പോൾ, ഓക്കെ ഞാൻ ഷൂട്ട് ചെയ്യുന്നില്ല, വേഗം പോയിട്ട് പണി തുടങ്ങാൻ നോക്ക് എന്നാണ് അയാൾ പറയുന്നത്. അതിനെ തുടർന്ന് അവന്റെ വർക്ക് പ്ലേസിലേക്ക് ചെന്നു. എന്നിട്ട് ആ അൽഗോരിതത്തിന്റെ പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാണ്. അത് ഡ്രൈവിലേക്ക് മാറ്റുന്ന പരിപാടി. അവൻ ആ പണി ചെയ്യുന്നു നോക്കിക്കൊണ്ട് അപ്പുറത്തായിട്ട് ജോൺസൺ നിൽക്കുന്നുണ്ട്. എന്നാൽ അവൻ ആ അൽഗോരിതം ആ ഡ്രൈവിലേക്ക് സേവ് ചെയ്യുന്ന മാത്രമേ അയാൾ അവിടെ നിന്ന് കാണുന്നുള്ളൂ. അതിനിടയിൽ അവൻ മറ്റൊരു കാര്യം ചെയ്യുന്നുണ്ട്. അതായത് അവന്റെ ബ്രെയിൻ ഡാറ്റയാണല്ലോ ആ അൽഗോരിതത്തിലുള്ളത്. അത് അവൻ നൈസായിട്ട് ആ 345 എന്ന റോബോട്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ടുണ്ട്. അതോടുകൂടെ ആ 345 ഇപ്പോൾ ഓണായി. ഇത് മാത്രം അയാൾ കണ്ടിട്ടില്ല. അങ്ങനെ ആ പരിപാടിയൊക്കെ കഴിഞ്ഞ് ആ അൽഗോരിതം എടുത്തിട്ട് അവൻ നേരെ ജോൺസിന്റെ അടുത്തേക്ക് ചെന്നു. എന്നിട്ട് അവൻ അത് അയാൾക്ക് കൊടുക്കുകയാണ്. എന്നാൽ ആ അൽഗോരിതം കിട്ടിക്കഴിഞ്ഞപ്പോൾ അയാളുടെ സ്വഭാവം മാറി. അയാൾ പറയുന്നത്, അപ്പൊ എക്സ്പെരിമെന്റ് ഒക്കെ കഴിഞ്ഞു വില്യം, ഇനി ടെസ്റ്റ് സബ്ജക്റ്റ് ഉണ്ടല്ലോ നിന്റെ ഫാമിലി, അവരുടെ ആവശ്യം ഇനി നമുക്കില്ല എന്നാണ് അയാൾ പറയുന്നത്. അയാൾ ഇങ്ങനെ തന്നെ പ്രവർത്തിക്കത്തുള്ളൂ എന്ന കാര്യം അവനും അറിയാം. അതുകൊണ്ടാണ് അവൻ ആ റോബോട്ടിന് ജീവൻ കൊടുത്തത്. അയാൾ ആ ഡയലോഗ് പറഞ്ഞു കഴിയുമ്പോൾ അവൻ പറയുന്നത്, ഇല്ല ജോൺസ്, എക്സ്പെരിമെന്റ് അങ്ങനെ തീർന്നിട്ടില്ല. അവൻ അത് പറഞ്ഞതും ആ റോബോട്ട് ഇപ്പം അങ്ങോട്ട് വന്നു. അത് അവിടെയുള്ള ഒരു സെക്യൂരിറ്റിനെ തൂക്കിയെടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. അതിപ്പോ ജോൺസിനോട് പറയുന്നത്, ഞാനിപ്പം എന്റെ ഫാമിലിക്ക് വേണ്ടിയാണ് വന്നിരിക്കുന്നതെന്നാണ്. അത്രയും പറഞ്ഞിട്ട് ആ റോബോട്ട് ആ സെക്യൂരിറ്റി എടുത്തൊരു ഒറ്റ ഏറ് കൊടുത്തു. അത് കണ്ടതും ജോൺസിന്റെ കൂട്ടത്തിലുള്ള ബാക്കി എല്ലാവരും ആ റോബോട്ടിന് നേരെ ഷൂട്ട് ചെയ്യാൻ തുടങ്ങി. എന്നാൽ റോബോട്ടാണെങ്കിൽ അങ്ങോട്ട് ഓടിച്ചെന്നിട്ട് അവന്മാരെ പിടിച്ചിടിക്കുകയാണ്. പെട്ടെന്ന് തന്നെ അത് അവന്മാരുടെ പണി മൊത്തം തീർത്തു. അതിനുശേഷം ജോൺസിനെ ഇടിച്ച് തീർപ്പിക്കുകയാണ്. ഈ സമയമാകുമ്പോഴേക്കും വില്യവും ഫാമിലിയും ആ ലാബിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി. അവന്റെ ഫാമിലിയെ അവരുടെ വണ്ടിയിലേക്ക് കയറ്റിയതിനു ശേഷം, എനിക്ക് ചെറിയൊരു പണിയും കൂടെ ബാക്കിയുണ്ടെന്ന് പറഞ്ഞിട്ട് തിരിച്ച് ആ ലാബിലേക്ക് തന്നെ ഓടിപ്പോവാണ്. ഈ സമയം അവനങ്ങോട്ട് ചെല്ലുമ്പോൾ ആ റോബോട്ടാണെങ്കിൽ ആ ജോൺസിനെ കഴുത്തിന് പിടിച്ച് ഞെരിക്കുന്നതാണ് കാണുന്നത്. അത് കണ്ടതും വില്യം ആ റോബോട്ടിനെ വിളിച്ചു. അതോടുകൂടെ റോബോട്ട് അയാളെ വിട്ടിട്ട് അവിടെ നിന്ന് എഴുന്നേക്കും ചെയ്തു. ഈ സമയം വില്യം റോബോട്ടിന്റെ അടുത്ത് വന്ന് ചോദിക്കുന്നത്, നിനക്കിപ്പോൾ എങ്ങനെയാണ് ഫീൽ ചെയ്യുന്നതെന്നാണ്. അതേക്കുമ്പോൾ, എനിക്കിപ്പോൾ എന്നെ തന്നെ ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് എന്നാണ് റോബോട്ട് പറയുന്നത്. അവന്റെ ആ സംസാരവും വില്യത്തിന്റെ അതേ സൗണ്ടിൽ തന്നെയാണ്. അങ്ങനെ അവർ രണ്ടുപേരും കൂടെ ആ ജോൺസിന് ഇപ്പോൾ ഒരു ഓഫർ കൊടുക്കുകയാണ്. അയാളിപ്പോൾ എന്തായാലും മരിക്കും, അങ്ങനെ പരിക്ക് പറ്റിയിട്ടാണ് അയാളിപ്പോൾ അവിടെ കിടക്കുന്നത്. റോബോട്ടാണ് കാര്യങ്ങളൊക്കെ ജോൺസിന്റെ അടുത്ത് പറയുന്നത്. ഞങ്ങളുടെ ഫാമിലിയെ വെറുതെ വിടുകയാണെങ്കിൽ നിങ്ങളെ കാശുകാരനാക്കാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. നിങ്ങളിപ്പോൾ എന്തായാലും മരിക്കും, പക്ഷെ നിങ്ങൾക്ക് ഞങ്ങൾ പുതിയൊരു ജീവിതം തരാം. അതായത് നിങ്ങളെ ഞങ്ങൾ ക്ലോൺ ചെയ്യാം. മാത്രമല്ല ഈ അൽഗോരിതം നിങ്ങൾക്ക് തരാം. എന്നിട്ട് നിങ്ങൾ കുറെ കാശുകാരെ പിടിച്ച് അവർക്ക് പുതിയ ജീവിതമൊക്കെ വാഗ്ദാനം ചെയ്ത് കോടീശ്വരനായിട്ട് ജീവിക്കാൻ നോക്ക് എന്നാണ് റോബോട്ട് പറയുന്നത്. അത് നല്ലൊരു ഓഫർ ആയതുകൊണ്ട് ജോൺസ് അതിനെ സമ്മതിച്ചു. അതിനെ തുടർന്ന് അയാൾ മരിക്കുകയും ചെയ്തു. അങ്ങനെ അയാൾ മരിച്ചു കഴിഞ്ഞതിന് ശേഷം റോബോട്ട് ഇപ്പോൾ വില്യമിനോട് പറയുന്നത്, ഇനി നീ ഇവിടെ നിൽക്കണ്ട, നീ പോകാൻ നോക്ക്, ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം, നീ നമ്മുടെ ഫാമിലിയുടെ കാര്യം നോക്കിയാൽ മതി എന്നാണ് റോബോട്ട് പറയുന്നത്. അതിനെ തുടർന്ന് വില്യം അവിടെ നടക്കാൻ തുടങ്ങി. ആ നടക്കുന്ന സമയത്ത് അവൻ എഡിനെ ശ്രദ്ധിക്കുന്നുണ്ട്. എഡിന് എന്തായാലും ഇവന് ക്ലോൺ ചെയ്യാൻ പറ്റത്തില്ല, കാരണം അവന് വെടിയേറ്റിരിക്കുന്നത് തലയിലാണ്. അവന്റെ ബ്രെയിൻ ഒക്കെ ഡാമേജ് ആയിട്ടുണ്ട്. അതുകൊണ്ട് വളരെ സങ്കടത്തോടെ അവനെ ഒന്ന് നോക്കിയതിനു ശേഷം വില്യം അവിടെ നിന്ന് പോവാണ്. അങ്ങനെ വില്യം പോയി കഴിഞ്ഞപ്പം റോബോട്ട് അവന്റെ പണി തുടങ്ങി. അവൻ ആ ഡിവൈസ് വെച്ച് ആ ജോൺസിന്റെ ബ്രെയിൻ ഡാറ്റയൊക്കെ മാപ്പ് ചെയ്യാണ്. അതിനുശേഷം അവൻ ആ ക്ലോൺ ചെയ്യുന്ന ടാങ്ക് ഓണാക്കി. ഇപ്പൊ അയാളുടെ ക്ലോണിംഗ് ഒക്കെ ഏകദേശം പൂർത്തിയാവാനായിട്ടുണ്ട്. അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞു. വില്യമും ഫാമിലിയും ഇപ്പൊ ഒരു ബീച്ചിലാണ്. മോണയും കുട്ടികൾ അവിടെ നിൽക്കുന്നുണ്ട്. ഈ സമയത്താണ് വളരെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാഴ്ച അവൾ കാണുന്നത്. വില്യം അങ്ങോട്ട് നടന്നു വരുന്നുണ്ട്. അവന്റെ കൈ പിടിച്ചുകൊണ്ട് അവരുടെ ഇളയ മകളായ സോയിയും.
വില്യം അവളെ ക്ലോൺ ചെയ്തിരിക്കുകയാണ്. അത് കണ്ട് മോണയാണെങ്കിൽ വളരെ സന്തോഷത്തോടെ ഓടി വന്നിട്ട് അവളെ കെട്ടിപ്പിടിക്കുകയാണ്. ഇനി കാണിക്കുന്നത് ദുബായി ആണ്. നമ്മുടെ ജോൺസിന്റെ ക്ലോൺ അവിടെ ഒരു ഹോട്ടലിൽ നിൽക്കുന്നുണ്ട്. അയാൾക്കിപ്പം പുതിയൊരു ക്ലയന്റിനെ കിട്ടിയിരിക്കുകയാണ് ക്ലോൺ ചെയ്യാൻ വേണ്ടി. കുറച്ച് പ്രായമുള്ള മനുഷ്യനാണ്. ജോൺസ് ഇപ്പോൾ അയാളെ ഒരു റൂമിന്റെ അകത്തേക്ക് കൊണ്ടുവന്നു. അവിടെയാണ് ഈ ക്ലോണിങ്ങിന്റെ സെറ്റപ്പ് ഒക്കെ റെഡിയാക്കിയിരിക്കുന്നത്. ഈ സമയം കാര്യങ്ങൾക്കൊക്കെ മേൽനോട്ടം വഹിച്ചുകൊണ്ട് നമ്മുടെ വില്യം റോബോട്ടും അവിടെ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഉടനെ തന്നെ അവരെ ക്ലോണിംഗ് ആരംഭിക്കുകയാണ്. ഇവിടെയാണ് ഈ സിനിമ അവസാനിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു? എന്താണെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എഴുതി അറിയിക്കാൻ മറക്കരുത്. പിന്നെ ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു കിടിലൻ സിനിമയുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.